ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മൊഴിയെടുക്കുന്നത്. കുതിപ്പിനുകൂട്ടായി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. തൃശൂർ നെല്ലിക്കുന്ന് ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ കുടുങ്ങിയ വീട്ടമ്മയെ അഗ്നിശമന സേന സാഹസികമായി രക്ഷപ്പെടുത്തി. നെല്ലിക്കുന്ന് സ്കൈലൈൻ അപ്പാർട്ട്മെന്റിലെ 12ാം നിലയിലെ ബാൽക്കണിയിലാണ് വീട്ടമ്മ കുടുങ്ങിയത്. പാലപ്പള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്തു നിന്ന് ബുധനാഴ്ച തിരികെ എത്തിക്കാൻ നീക്കം. സ്പേസ് എക്സ് ക്രൂ 10 ദൌത്യസംഘം ISSൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വലിയ തോതിൽ ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക. ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം, പ്രായപൂർത്തിയാകാത്ത ആളുമാകാം. പ്രായപൂർത്തിയാകാത്ത വീട്ടിലേക്ക് ലഹരി മാഫിയ പല വഴിയിലൂടെ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് നാടിൻ്റെ അനുഭവം. ആ വ്യക്തി ലഹരിക്കടിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ലഹരിക്കടിമപ്പെട്ടവരെ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമാക്കേണ്ടത്. പ്രായപൂർത്തിയാകാത്തവർക്കിടയിൽ ലഹരി മാഫിയ കേന്ദ്രീകരിക്കുകയാണ്. ലഹരിക്കടിമയാകുന്ന അത്തരക്കാരെ അതിൽ നിന്ന് മുക്തരാക്കി തിരികെ കൊണ്ടുവരണം. സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിയ കാലമാണ്. പോലീസിലെ ചില സേനാംഗങ്ങൾ അത്യപൂർവമായി തെറ്റായ രീതിയിൽ പെരുമാറുന്നു. സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂടുകയോ അത്തരത്തിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന് പ്രതീതി സൃഷ്ടിക്കുകയോ പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല. അനാശാസ്യ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടവരരുത്. സേവനമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പഴയകാലത്ത് സബ് ഇൻസ്പെക്ടർമാർ പുതുതായി ചേർന്നാൽ താൻ ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന് കാണിക്കാനുള്ള ചില വിദ്യകൾ കാണിക്കാറുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നാദ്യമേ മനസ്സിലുണ്ടാകണം. സേവനമാണ് ഏറ്റവും പ്രധാനം. അധികാരത്തിൻ്റെ ശേഷി കാണിക്കലോ അതിൻ്റെ ഭാഗമായി സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കലോ അല്ല പോലീസിൻ്റെ കടമ എന്ന് നാം കാണണം. DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, പോലീസ് അക്കാദമി ഡയറക്ടർ K സേതുരാമൻ, തൃശൂർ റേഞ്ച് IG ഹരിശങ്കർ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ചടങ്ങിൽ ട്രോഫികൾ സമ്മാനിച്ചു. TC വിനോസ്, തൃശൂർ. സബ് ഇൻസ്പെക്ടറായി പരിശീലനം പൂർത്തിയാക്കിയ അച്ഛന് പോലീസ് വേഷമണിഞ്ഞെത്തി 6 വയസ്സുകാരൻ മകന്റെ ബിഗ് സല്യൂട്ട്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിലാണ് കൗതുകകരമായ കാഴ്ച അരങ്ങേറിയത്. ISRലെ താൽക്കാലിക ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി കിരണാണ് SI സെലക്ഷൻ ലഭിച്ചതോടെ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയത്. MTech ബിരുദധാരിയായ കിരൺ നേരത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. പരിശീലന കാലയളവിൽ വീട്ടിലേക്ക് അയച്ചു നൽകിയിരുന്ന ഫോട്ടോകൾ കണ്ടാണ് മകൻ മാനവിന് പോലീസ് വേഷം ധരിക്കാൻ മോഹമുയർന്നത്. മകന്റെ ആഗ്രഹം സഫലീകരണത്തിന്റെ ഭാഗമായാണ്
അച്ഛന്റെ പരിശീലനം പൂർത്തിയാക്കുന്ന ദിനം മകൻ മാനവിനെ കാക്കി യൂണിഫോം അണിയിച്ച് അമ്മ അഞ്ജനയും മുത്തശ്ശനും അക്കാദമിയിലെത്തിച്ചത്. പ്രൗഡിയായിരുന്നു മോനെ കണ്ടപ്പോഴേ. യൂണിഫോമിൽ മോനെ കണ്ടപ്പോൾ തീരെ പ്രതീക്ഷയില്ല. ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പരേഡ് കഴിഞ്ഞിട്ട് ഇവരെ തിരയായിരുന്നു. ഇവരെങ്ങനെയാ എക്സ്പെക്ടേഷന്, ഇവരെങ്ങനെയാ വരുവാന്നേ. കുറേ തപ്പി, കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഇവരെ കാണാൻ ഏറ്റവും ലേറ്റായി. ഓനിപ്പം പോലീസ് ആവണമെന്നാ ആദ്യം. ഇപ്പം തുടങ്ങിയ ആഗ്രഹങ്ങളാണ് പോലീസ് ആവണം എന്നുള്ള രീതിയിലുള്ള സിനിമകളും കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഫോട്ടോസും കാണിക്കലുണ്ട്. ഞങ്ങൾ കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ് മോന്. പരേഡിലെ സേനാംഗങ്ങളുടെ മാർച്ച് സമയത്ത് മുത്തച്ഛന്റെ തോളിലിരുന്ന് തന്റെ അച്ഛന് മാനവ സല്യൂട്ട് നൽകുന്ന കാഴ്ച മറ്റു സേനാംഗങ്ങൾക്കും പ്രചോദനമായി. പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കി പരേഡ് ഗ്രൗണ്ടിലെത്തിയ കിരൺ തന്റെ മകനെ വാരിപ്പുണർന്നാണ് സ്നേഹം പങ്കുവച്ചത്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഷീല സണ്ണിയുടെ മൊഴി ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തത്. ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. കൊരട്ടി CI അമൃതരംഗനും അന്വേഷണ സംഘത്തിലുണ്ട്. ഷീല സണ്ണിയുടെ ചാലക്കുടിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുത്തത്. ഷീലയുടെ ഭർത്താവ് സണ്ണിയിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം ഷീലയുടെ മകൻ സംഗീതിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും ഇയാൾ എത്തിയിരുന്നില്ല. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. ഷീല സണ്ണിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഷീല സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്ന കേസിൽ 72 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കേസ് വ്യാജമെന്ന് കണ്ടെത്തുകയും ഷീല സണ്ണി പുറത്തിറങ്ങുകയും ചെയ്തത്. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷീല കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് അന്വേഷണം എക്സൈസിൽ നിന്ന് പോലീസിന് കൈമാറിയത്. കുട്ടികളെ ലഹരി പോലുള്ള മറ്റ് ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി. നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാനപരമായി കായിക മേഖലയെ വളർത്തിയെടുക്കാനായി അടുത്ത വർഷം മുതൽ സ്കൂൾ തലത്തിൽ കായിക പാഠപുസ്തകങ്ങൾ കൊണ്ടുവരും. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം IM വിജയന്റെ പേരിൽ ഒരുങ്ങുന്നുണ്ടെന്നും തൃശൂർ ജില്ലയിൽ 25ഓളം കളിക്കളങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടതുണ്ട്. നല്ലൊരു മൈതാനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, PTA പ്രസിഡന്റ് UK ഗോപാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് MS സ്മിത, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഉപജില്ലാ AEO KV അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ രണ്ടാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബഡ്ജറ്റിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്. 8 ലൈനുകളുള്ള ഫുൾ PU സിന്തറ്റിക് ട്രാക്കാണ് ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജമ്പ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ നെല്ലിക്കുന്ന് ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ കുടുങ്ങിയ വീട്ടമ്മയെ അഗ്നിശമന സേന സാഹസികമായി രക്ഷപ്പെടുത്തി. നെല്ലിക്കുന്ന് സ്കൈലൈൻ അപ്പാർട്ട്മെന്റിലെ 12ാം നിലയിലാണ് വീട്ടമ്മ കുടുങ്ങിയത്. ഫ്ളാറ്റിലെ മുൻവശത്തെ വാതിലും ബാൽക്കണിയിലെ വാതിലും ലോക്കായതാണ് 48-കാരിയായ ഷഹാന ബാൽക്കണിയിൽ അകപ്പെട്ടു പോകാൻ കാരണം. വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേന അതിസാഹസികമായാണ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. സേഫ്റ്റി ഹാർനാസ് ഉപയോഗിച്ച്
കഷ്ടിച്ച് ഒരാൾക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത പൈപ്പ് ലൈൻ പോകുന്ന ഡക്ട് ഹോളിലൂടെ ഇറങ്ങിയായിരുന്നു രക്ഷാപ്രവർത്തനം. ഫ്ളാറ്റിന്റെ സൺഷെയ്ഡ് മറച്ചിരുന്ന സേഫ്റ്റി നെറ്റ് പൊളിച്ചുമാറ്റി സൺസൈഡിലേക്ക് കടന്ന് കിച്ചൺ ജനൽ ടൂൾ ഉപയോഗിച്ച് അഴിച്ചുമാറ്റി അകത്ത് കിടന്നാണ് ബാൽക്കണിയുടെ ഡോർ തുറന്ന് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ CS കൃഷ്ണപ്രസാദ്, സുധൻ, VS ഷജിൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും ഉടൻ തിരിച്ചെത്തും. ഇരുവരെയും തിരികെ എത്തിക്കാനുള്ള സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ഇന്നലെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ 10 ദൌത്യം വിക്ഷേപിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തക്കുയ ഒനിഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് ക്രൂ 10 ദൌത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. ഈ 4 സംഘത്തിന് ISSന്റെ നിയന്ത്രണം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും 19-ന് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി കായൽപുരയ്ക്കൽ വീട്ടിൽ മോഹനൻ മകൻ 32 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചേലക്കര കൊണ്ടാഴി കരുവാൻപടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഏലംകുളം വീട്ടിൽ മോഹനൻ മകൻ 20 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ജോലി കഴിഞ്ഞു വരുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മഹേഷിനെ പരിക്കുകളോടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ജീവനക്കാരനാണ് അപകടത്തിൽ മരിച്ച ഗോകുൽ. കൊടുങ്ങല്ലൂർ അഴീക്കോട് കടന്നലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈശ്വരമംഗലത്ത് ഹരിലാൽ, കടവിൽ വീട്ടിൽ മുഹമ്മദ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. അഴീക്കോട് ജെട്ടിക്ക് കിഴക്ക് വശം ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കടന്നൽ കുത്തേറ്റയുടൻ ഹരിലാൽ പുഴയിൽ ചാടിയെങ്കിലും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവമ്പാടി ക്ഷേത്രോത്സവം നാളെ ആഘോഷിക്കും. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. വൈകിട്ട് 4-ന് 3 ആനകളുടെ അകമ്പടിയോടെ നടുവിൽ മഠത്തിലേക്ക് ആറാട്ടിനായി പുറപ്പെടും. രാത്രി തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. തുടർന്ന് നടുവിലാലിൽ നിന്ന് 5 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി രമേശ് മാരാർ നയിക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. പുലർച്ചെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയാൽ കൊടിയിറക്കൽ ചടങ്ങുകൾ നടക്കും. ഇന്ന് രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ നടന്ന ശിവേലിക്ക് കൊമ്പൻ തിരുവമ്പാടി അർജുൻ തിടമ്പേറ്റി. കക്കാട് രാജപ്പൻമാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പള്ളിവേട്ട ദിനമായ ഇന്ന് രാത്രി 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. ഏപ്രിൽ ആദ്യവാരം നടക്കാനിരിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലം
പട്ടയ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് MLA UR പ്രദീപിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അതിനായി ചേലക്കര നിയോജക മണ്ഡലം പട്ടയം അസംബ്ലി നോഡൽ ഓഫീസറായി കുന്നംകുളം ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാരെ നിയമിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വിശുദ്ധ യൗസേ പിതാവിന്റെ 149ാം മധ്യസ്ഥ തിരുനാൾ പ്രചരണാർത്ഥം വിവിധ സ്റ്റിക്കറുകൾ പുറത്തിറക്കി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്റ്റിക്കറുകളുടെ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ ഒ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ NJ ലിയോ, VS സെബി, KA ജോസൻ, എഗ്മൻ തോമസ്, CC ജോസ്, GO ജോൺ, VJ ജാക്സൺ എന്നിവർ സംസാരിച്ചു. സുമനസ്സുകളുടെ സഹായത്താൽ വിധിയോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദ്രാപിന്നിയിലെ വയോധിക ദമ്പതികൾ. ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൌരിയുമാണ് വിധിക്ക് മുന്നിൽ തളരാത്ത മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത്. പപ്പടക്കച്ചവടവും ലോട്ടറി വിൽപ്പനയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹനാപകടത്തോടെയായിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി. 6 വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച പൂർണ്ണമായും ശിവദാസന് നഷ്ടമായി. ഇതിനിടയിൽ 2 പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന ഭാര്യ ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി. 4 വർഷം മരുന്നുകളുടെ സഹായത്താൽ പിടിച്ചു നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതോടെ പണിയും നിലച്ചു. സുമനസ്സുകളുടെ സഹായത്താലാണ് 1 മാസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നത്. വാഹന വാടകയിനത്തിലും മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചിലവാകുന്നത്. ഇരുവർക്കും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഡയാലിസിസ് കഴിയുമ്പോൾ അതും തികയാതെ വരും. ചേട്ടൻ കണ്ടു കാണാണ്ടായിട്ട് 6 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഒന്നിനും പറ്റൂല. ആൾ സഹായം വേണം ആൾക്ക് ജീവിക്കണമെങ്കിൽ. എൻ്റെ 4 വർഷമായി കിഡ്നി കംപ്ലൈന്റിന് മരുന്ന് കഴിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഓരോരുത്തരും തന്നിട്ടാണ് ജീവിതം മുന്നോട്ട് പോകണം. ഈ ഡയാലിസിന് പോണത് ഓരോരുത്തർ തന്നിട്ടാണ്. ഇത്രത്തോളം ഇനി പോണെങ്കിൽ വേറെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ. ഇനി എത്ര നാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഇരുവർക്കും അറിയില്ല. കരുണ പറ്റാത്ത മനസ്സുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും. TCV ന്യൂസ് കയ്പമംഗലം. മതിലകം പുന്നക്ക ബസാറിൽ യുവാവിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. പുതിയകാവ് സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ അനസിനാണ് വെട്ടേറ്റത്. 2 കൈകൾക്കും വെട്ടേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി പാപ്പിനിവട്ടം സഹകരണ ബാങ്കിനടുത്ത് വെച്ചാണ് സംഭവം. സഹോദരിയുടെ വീട്ടിൽ വന്ന ശേഷം തിരിച്ചു പോകാൻ വാഹനത്തിൽ കയറാൻ ശ്രമിക്കവേ പിന്നിലൂടെ വന്ന് തന്റെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച ആളാണ് വെട്ടിയതെന്ന് അനസ് പറയുന്നു. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. കേരളത്തിലെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിയെന്ന് മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ. രാസലഹരികളുടെ വർദ്ധിച്ച ഉപയോഗം മൂലം കുടുംബാംഗങ്ങളുടെ കൊലപാതകങ്ങളിലേക്ക് പോലും എത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ തലമുറയെ ആകമാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആകമാനം ഒരു സമനില തെറ്റിയ നിലയിലാണ് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവന്നെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറേണ്ടത് എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. അക്രമം നടത്തിയാണ് അമ്മയെ മർദ്ദിക്കുന്നു, സഹോദരങ്ങളെ മർദ്ദിക്കുന്നു, അച്ഛനെ മർദ്ദിക്കുന്നു. ഇതിനെതിരെ ഒരു സമൂഹം ഒന്നാകെ ഉണരേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റുകൾ വലിയ നിലയിലുള്ള ഗൗരവം പാലിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും ഒക്കെ തന്നെ ഇതിനകത്ത് വേണ്ടത്ര ഗൗരവം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ലഹരി വിമുക്ത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മയക്കുമരുന്ന് വിമുക്ത ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് കൈകോർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ലഹരിക്കാരെ ഒതുക്കാൻ പൂപ്പത്തി ഗ്രാമം ഒരുങ്ങുന്നു. വിമുക്തി എന്ന പേരിലുണ്ടായിരുന്ന കൂട്ടായ്മയാണ് വീണ്ടും സജീവമാകുന്നത്. വിമുക്തി കൂട്ടായ്മയുടെ പ്രാഥമിക യോഗം ഗ്രാമീണ വായനശാലയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കൂട്ടായ്മയിലെ പൊതുപ്രവർത്തകർ ലഹരിക്കാരെ തുരത്താൻ
രാത്രി നടത്തം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആലോചിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഈ മാസം അവസാനം സ്ത്രീകളുടെ പൊതുയോഗം നടത്തും. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് കൂട്ടായ്മ സജ്ജമാക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ കൂട്ടായ്മകൾ, വായനശാല പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. കൂട്ടായ്മ പ്രവർത്തകർ വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ വഴിയിലൂടെയും രാത്രി നടക്കാനാണ് തീരുമാനം. രാത്രിയുടെ മറവിൽ ലഹരി എത്തിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനും പോലീസിന്റെ സഹായത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാനും കൂട്ടായ്മ രംഗത്തിറങ്ങുകയാണ്. ലഹരിക്കെതിരെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുന്നതോടെ പൂപ്പത്തി ഗ്രാമം വേറിട്ട പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഇത്തരം വിപത്തിനെ നേരിടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജനകീയ കൂട്ടായ്മയിലൂടെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമുക്ക് ഏവർക്കും തടയാൻ കഴിയും. ഒരു നല്ല ലഹരിമുക്ത സമൂഹത്തിനായി നമുക്ക് ഏവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം. പൂപ്പത്തിയിൽ ഇപ്പോഴും ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പരസ്യമായി വിൽപ്പന നടക്കുന്നുണ്ട്. ഇവയെല്ലാം അവസാനിപ്പിച്ച് തുടക്കം കുറിക്കാനാണ് തീരുമാനം. സ്ത്രീകൾക്കൊപ്പം യുവസമൂഹവും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ് കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നത്. ലഹരി വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഒറ്റയ്ക്ക് ചെറുക്കാൻ ശ്രമിക്കാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പടികടത്താനാണ് ശ്രമം. പുറത്തുനിന്നെത്തുന്ന രാസലഹരി മാഫിയകളെ പൂപ്പത്തിക്ക് പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. TCV ന്യൂസ്, മാള. നാട്ടികയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി കാമ്പ്രത്ത് വീട്ടിൽ അഖിലിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. ഓട്ടോ വിളിച്ചതിന്റെ വാടകയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ അംജിദിനെ പ്രതി മർദ്ദിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, പ്രിൻസിപ്പൽ ASI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ തെക്കേമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകാഹ യജ്ഞം സംഘടിപ്പിച്ചു. രാവിലെ മുതൽ ഭാഷ്യപാരായണം, പ്രഭാഷണം, ചർച്ച എന്നിവ നടന്നു. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാരുടെ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ഭദ്രദീപം തെളിയിച്ചു. സ്വാമി നിഖിലാനന്ദ സരസ്വതി യജ്ഞത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ MV നടേശൻ, അജിതൻ, ഡോക്ടർ KV വാസുദേവൻ, VM അജയകുമാർ എന്നിവർ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ MV രമേശ് ബാബു, സെക്രട്ടറി G അഭിലാഷ്, ട്രഷറർ P കൃഷ്ണൻകുട്ടി, തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഈ നിരാശയുടെ പരിണതഫലമായിട്ട് തനിക്ക് തിരമാലകളില്ലാത്ത ഒരു സമുദ്രം ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല. തന്റെ ജീവിതം തട്ടിത്തെറിപ്പിക്കുന്നതിന് പകരം ഒപ്പം തന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് NDA പരീക്ഷയിൽ വിജയിക്കുകയും SSB കോൺഫറൻസിൽ ഇന്നാകുകയും ചെയ്ത തമിഴ്നാട് സ്വദേശി VT മനശ്രീയെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് ആദരിച്ചു. എരുമപ്പെട്ടി ഫെറൂന അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ഉപഹാര സമർപ്പണം നടത്തി. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ റിട്ടയേർഡ് മേജർ KP ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ആക്സിനുള്ള ധനസഹായം ആക്സ് ട്രഷറർ KA ഫരീദ് അലി ഏറ്റുവാങ്ങി. റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗങ്ങളായ അമീന, മെഹ്റിൻ, ഏഞ്ചൽ എന്നിവർ നേതൃത്വം നൽകി. മരണാനന്തരം ശരീരം സർക്കാർ മെഡിക്കൽ കോളേജിലെ പഠനാവശ്യത്തിന് നൽകാൻ തയ്യാറായി ദമ്പതിമാർ ഉൾപ്പെടെ 7 പേർ സമ്മതപത്രം കൈമാറി. പൂവത്തൂരിൽ മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ചടങ്ങിലാണ് CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബ്ദാസ്, ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AC രമേശ്, PK രമേശ്, MR രാജു, KS ശ്രീനിവാസൻ, VT ലിൻഡോ, ഭാര്യ ആതിര ഉണ്ണി എന്നിവർ സമ്മതപത്രം കൈമാറിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി പ്രൊഫസർ സതീദേവി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ പരടക്കാട്, TC മോഹനൻ, CF രാജൻ, NB ജയ, ചെറുപുഷ്പം ജോണി, PM അബു തുടങ്ങിയവർ സംസാരിച്ചു.
മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താംപൂവം ആദിവാസി നഗറിൽ വനമേഖലയിലെ സ്ത്രീകൾക്കായി സമഗ്ര ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ, ഹക്കീം, സീതാലയം കൺവീനർ ഡോക്ടർ സിനി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയറിലെ വിദഗ്ധൻ MG പ്രവീൺ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ മുഹമ്മദ്, എരുമപ്പെട്ടി CHC സൂപ്രണ്ട് ഡോക്ടർ AK ടൂനി, തെക്കുംകര FHC ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജീവ്, ദേശമംഗലം FHC ഹെൽത്ത് ഇൻസ്പെക്ടർ AV രവീന്ദ്രനാഥ്, ബ്ലോക്ക് മെമ്പർമാരായ ബിജു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ശുചീകരണ യജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാംകല്ല് പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ VP മൻസൂർ അലി, ശുഭ അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CV സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ AV അബ്ദുൽ ഗഫൂർ, PA മുഹമ്മദ്, രാഹില വഹാബ്, പ്രസന്ന ചന്ദ്രൻ, സുനിത പ്രസാദ്, CDS ചെയർപേഴ്സൺ ഫൌസിയ ഉമർ എന്നിവർ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശുചീകരണ യജ്ഞം 20-ന് സമാപിക്കും. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വികസന പ്രവർത്തനങ്ങൾക്കിടെ ജലവിതരണ പൈപ്പുകൾ തകർന്ന് കുടിവെള്ളം മുട്ടുന്നു. വികസനം നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെങ്കിലും കൊടും വേനലിൽ ജലവിതരണം പോലുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നത് പ്രശ്നം സങ്കീർണമാക്കുകയാണ്. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ജലനിധി, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ജലവിതരണ പൈപ്പുകൾ തകർന്നതാണ് പ്രദേശത്ത് കുടിവെള്ളം മുട്ടിച്ചത്. തെക്കുംകര പഞ്ചായത്തിലെ ഊരാക്കോട് മുതൽ കുണ്ടുകാട് വരെയുള്ള റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഭൂരിഭാഗവും നിർമ്മാണ മേഖലയിലുള്ളത്. പ്രവൃത്തിക്കിടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ പരിശോധിച്ച് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇല്ലാത്തതിന്റെ പ്രശ്നം സങ്കീർണമാകുകയാണ്. വൈദ്യുതി പോസ്റ്റ് മാറ്റിയിട്ട് വേണം ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നിരിക്കെ ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ പറയുന്നു. ഈ പൈപ്പ് കോൺട്രാക്ട് ചെയ്ത് ജമാൽ എന്ന് പറഞ്ഞ ആൾ പൈപ്പ് മുന്നിട്ട് പോകും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വണ്ടി കിഡ്പിയുടെ വണ്ടി വന്നിട്ട് മാന്തി അത് പൊട്ടിക്കും. എന്നും പൈപ്പ് പൊട്ടിക്കുകയാണ് ഇവരുടെ പരിപാടി. പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടാതെ പോകും. വെള്ളമില്ലാത്ത പൈപ്പ് പൊട്ടി അറിയില്ല. വെള്ളം വിടുമ്പോൾ റോഡ് പുഴയാണ്. 2 ദിവസം മുന്നേ തന്നെ ഈ റോഡിന് പുഴയായിട്ട് വരുന്ന എത്ര നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഈ ബൈക്കും വീണറിയാം. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് ശ്വാസതടസ്സം വരെ നേരിടുന്നതോടൊപ്പം വീടിന്റെ മുൻഭാഗത്ത് മണ്ണ് കുമിഞ്ഞുകൂടിയിട്ട് പുറത്തേക്കിറങ്ങാൻ ഗോവണി വെക്കേണ്ട സ്ഥിതിയാണെന്ന് പ്രദേശവാസി രാധാ രാമകൃഷ്ണൻ പറയുന്നു. കുറച്ചു കാലമായി വെള്ളം കിട്ടാതെയായിട്ട് ഇപ്പോൾ റോഡ് പണി പണിയെ പിന്നെ തുടങ്ങി കിട്ടിയിട്ടില്ല. അതിലൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് വയ്യാത്തൊരു കുട്ടിയും എടുക്കുന്നുണ്ട്. എളുപ്പമല്ല ഈ വയസ്സായ തള്ളി ഒരു തന്തയുള്ളത്. വാടകം കയ്യിൽ നിന്നും പണം മുടക്കി ഒരു പരിധിവരെ കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരത്തിന് അധികൃതർ കനിയണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. TCV ന്യൂസ് വടക്കാഞ്ചേരി. കൂറ്റനാൽ ഭഗവതി സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രരോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് TN രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സരിത, ക്ഷേത്രം സെക്രട്ടറി KR രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഔദ്യോഗികമായി സമർപ്പിച്ചു. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി സമർപ്പണം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ K രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം
ജി യാക്കോബ്, വാർഡ് മെമ്പർ PS സന്തോഷ് കുമാർ, മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാറൂൺ വീട്ടിൽ, വിഷ്ണു രാജ് എന്നിവർ സംസാരിച്ചു. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ജനറൽ കൺവീനർ ഷിജോ ഞെരിഞ്ഞാപ്പള്ളി, ട്രസ്റ്റി പോൾ മഞ്ഞളി, PRO ബൈജു വാഴക്കാല എന്നിവർ പങ്കെടുത്തു. ബുധനാഴ്ചയാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ നിന്ന് 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന തീർത്ഥാടന പദയാത്ര നടക്കും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാലട പായസമുണ്ടാക്കി വിറ്റഴിച്ച് ജീവിതത്തിൽ വിജയഗാഥ രചിക്കുകയാണ് എറവ് സ്വദേശിനിയായ വീട്ടമ്മ. കഴിഞ്ഞ 9 വർഷമായി പാലട പായസമുണ്ടാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിക്കുന്ന ഈ വീട്ടമ്മയ്ക്ക് സ്വന്തം സംരംഭത്തിലൂടെ 20-ലേറെ പേർക്കാണ് തൊഴിൽ നൽകാനായത്. എറവ് സ്വദേശിനിയായ ബിന്ദു എന്ന വീട്ടമ്മയാണ് എല്ലാ ദിവസവും കടകളിലേക്ക് പാലട പായസം ഉണ്ടാക്കി നൽകി സംരംഭം വൻ വിജയമാക്കിയത്. ബിന്ദുവും ഭർത്താവ് റിജോയും കൂടി 2016-ലാണ് പാലട പായസം ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചത്. പ്രത്യേക ഉത്സവ സീസണുകളിൽ മാത്രം വിപണി ഉണ്ടായിരുന്ന പാലട പായസം കടകളിൽ ദിവസവും ലഭ്യമാകാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ ഏറി. ഏതാനും ജോലിക്കാരെ വെച്ച് ആരംഭിച്ച പാലട പായസം പാക്ക് ചെയ്ത് കടകളിലെത്തിക്കാൻ റിജോയായിരുന്നു മുൻപിൽ. ഒപ്പം വട്ടയപ്പം, കിണ്ണത്തപ്പം, അട, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, വെളിച്ചെണ്ണപ്പം തുടങ്ങിയ നാടൻ പലഹാരങ്ങളും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. 4 വർഷം മുൻപ് റിജോ മരിച്ചതോടെ പായസ നിർമ്മാണത്തിന്റെ ചുമതല പൂർണ്ണമായും ബിന്ദുവിനായി. വിദ്യാർത്ഥികളായ മക്കളുടെ പഠനകാര്യങ്ങൾക്കൊപ്പം പായസ നിർമ്മാണത്തിലും ബിന്ദു അതീവ ശ്രദ്ധാലുവായി. ദിവസവും പുലർച്ചെ 3:30-ക്ക് ബിന്ദു വീടിനോട് ചേർന്നുള്ള പാചകമുറിയിൽ എത്തും. സഹായികളായി ജോലി ചെയ്യുന്ന സ്ത്രീകൾ 5:30-ക്ക് എത്തുന്നതുവരെ അവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യും. 2016-ലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥാപനം ആരംഭിച്ചത്. 2021 എൻ്റെ ഹസ്ബൻഡിൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ തനിയെ ഇത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അടുത്ത പ്രദേശത്തുള്ള ഒത്തിരി സ്ത്രീകളെ ഇതോടുകൂടി ജോലി കൊടുത്തുകൊണ്ട് കൂടുതൽ ഈ സംരംഭം ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. 10 വനിതകളും 4 പുരുഷന്മാരുമാണ് ഇവരുടെ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലയിൽ ജോലിയെടുക്കുന്നത്. ഉണ്ടാക്കുന്നവ കടകളിലെത്തിക്കാനായി 8 പേർ വേറെയുമുണ്ട്. രാവിലെ 9:30-യോടെ പാക്കിംഗ് കഴിഞ്ഞ് സാധനങ്ങൾ കടകളിലെത്തിക്കാനായി ഏതാനും ജീവനക്കാർ പോകും. ബിന്ദുവടക്കമുള്ള മറ്റുള്ളവർ പിറ്റേന്നേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാകും. പിന്നെ പാലട പായസത്തോടൊപ്പം ഇവർ നിർമ്മിക്കുന്ന ചപ്പാത്തി, അവലോസുണ്ട, അട, കൊഴുക്കട്ട തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ്. പൂക്കളോട് ഏറെ ഇഷ്ടമുള്ള ഈ വീട്ടമ്മ ഇടയ്ക്ക് വീണുകിട്ടുന്ന ഒഴിവുവേളകൾ തോട്ടത്തിലെ പൂക്കളെ പരിപാലിക്കാനാണ് ചിലവഴിക്കാറുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കനകമല തേശ്ശേരി AUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് അംഗം സജിനി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജയൻ അമ്പാടൻ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ലിജേഷ്, ഫാബി, സിന്ധു എന്നിവർ സംസാരിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടത്ത് കൊടിയേറ്റി. ഈ മാസം 22, 23 തീയതികളിലാണ് തിരുനാൾ. 22-ന് വൈകിട്ട് 6:30-ന് വിശുദ്ധ കുർബാന, ലദീഞ്ഞു, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 23-ന് രാവിലെ 8:30-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും തുടർന്ന് ഊട്ടുവിതരണവും നടക്കും. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV മുഹമ്മദ് അൻവർ, കൌൺസിലർമാരായ പ്രസന്ന രണദിവെ, ഷാഹിന സലീം, പ്രധാനാധ്യാപിക KB ബേബി തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ സ്കൂൾ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നഗരസഭ ഏറ്റെടുക്കുകയായിരുന്നു. 160-ൽ പരം കുട്ടികൾ ഇവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് MLA അറിയിച്ചു. മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിനായി പോകുന്ന ആന ഇത്തവണയും പതിവ് തെറ്റാതെ ദേവാലയത്തിന് മുന്നിലെത്തി വണങ്ങി. കിഴക്കുമുറി ദേശത്തിന്റെ ആനയാണ് മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിന് മുന്നിലെത്തി വണങ്ങുന്നത്. ശനിയാഴ്ചയായിരുന്നു മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം. ദേവാലയത്തിന് മുന്നിലെത്തിയ ആനയ്ക്ക് പള്ളി വികാരി ഫാദർ ടോണി പാറക്കാടൻ പഴക്കുല സമ്മാനിച്ചു.
വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിനോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ബിജോ കുര്യൻ, മണ്ണാമ്പറമ്പിൽ, ചാണ്ടി ജോർജ് ചാഴൂർ, ക്ലിൻ ബേബി അയിനുപുറത്ത്, ജിതിൻ ജോസ് തയ്യിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള കൊമ്പിടിഞ്ഞാമാക്കൽ വ്യാപാരി കൂട്ടായ്മ പൊതുയോഗവും ആദരവ് സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് പി ഐ ബേബി അധ്യക്ഷനായി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ, അഡ്വക്കേറ്റ് എം എസ് വിനയൻ, പി ടി ഡേവിസ്, മിനി പോളി, ടി പി സജീവ്, ലേഖ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതിയിൽ വിശ്വസാഹിത്യം മലയാളത്തിൽ പഠന ഗവേഷണ പരിപാടിയുടെ 3ാം അധ്യായം സംഘടിപ്പിച്ചു. റോലൻഡിന്റെ ജീൻ ക്രിസ്റ്റഫർ എന്ന വിശ്വസാഹിത്യ കൃതിയെക്കുറിച്ച് ഡോക്ടർ എസ് കെ വസന്തനും പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെയെക്കുറിച്ച് രാജ്കുമാരി വിനോദും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി ആർ കെ ചേനം, നോവലിസ്റ്റ് രാജൻ പെരുമ്പള്ളി എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് മുന്നോടിയായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി പേരാണ് പങ്കെടുത്തത്. ലോക ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്തൃ കർഷക ഏകോപന സമിതി സമ്മേളനം ജവഹർ ബാലഭവനിൽ പി ബാലചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ കർഷക ഏകോപന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി അധ്യക്ഷനായിരുന്നു. മികച്ച കർഷകരെയും ആദ്യകാല ഉപഭോക്തൃ ഭാരവാഹികളെയും അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. വിഷരഹിത കർഷക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നഗരത്തിൽ സൌകര്യമൊരുക്കുമെന്ന് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പറഞ്ഞു. മുൻ എംഎൽഎ ടി വി ചന്ദ്രമോഹൻ, ബിജെപി ദേശീയ കൌൺസിൽ അംഗം എം എസ് സമ്പൂർണ്ണ, അഡ്വക്കേറ്റ് കെ എഫ് പാപ്പച്ചൻ, രാധാകൃഷ്ണൻ ചെമ്പൂക്കാവ്, പ്രൊഫസർ വി പി ജോൺസ്, മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി, കൃഷി ഡിപ്പാർട്ട്മെന്റ് അഗ്രി മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് ഗോവിന്ദ്, കനറ ബാങ്ക് അഗ്രികൾച്ചറൽ ഓഫീസർ സ്മൃതി ടി രാംകുമാർ എളനാട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ACP, DYSP ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും മുൻനിർത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത. തൃശൂർ ACP ഓഫീസിലെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ ക്രൈം റെക്കോർഡ് ബ്യൂറോ ACP ടി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അപർണ ലവകുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലിൽ, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ, കോർപ്പറേഷൻ CDS2 ഉപസമിതി കൺവീനർ ജെസി അശോകൻ എന്നിവർ പങ്കെടുത്തു. വനം വകുപ്പിന്റെ വാഴച്ചാൽ ഡിവിഷൻ തൃശൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി വനയാത്ര സംഘടിപ്പിച്ചു. പെരിങ്ങൽകുത്തിൽ നിന്ന് 6.5 കിലോമീറ്റർ അകലെയുള്ള കാരാന്തോട് ആദി വട്ടാരത്തേക്കാണ് ട്രക്കിംഗ് സംഘടിപ്പിച്ചത്. വന്യജീവി സാന്നിധ്യമേറെയുള്ള വാഴച്ചാൽ വനത്തിലൂടെയുള്ള ട്രക്കിംഗ് വനിതകൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വേറിട്ട അനുഭവമായി. വാഴച്ചാൽ വനം ഡിവിഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സജി M ജോസഫിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഗൈഡുകളും ട്രക്കിങ്ങിന് സുരക്ഷയൊരുക്കി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ആശംസ നേരാനെത്തി. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ പത്രിക തുമ്പപ്പൂവിന്റെ 29ാം ലക്കം പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ ഡയറക്ടർ AK അജിതകുമാരി ആദ്യപ്രതി ഏറ്റുവാങ്ങി. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീഷ് സിജി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹരിദാസ് ബാബു KK, മെമ്പർ വർഗീസ്, CDS MC ചെയർമാൻ TP ഷിജു, മാതൃസംഘം പ്രസിഡന്റ് ശ്രുതി വിനിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എച്ചിപ്പാറ വനമേഖലാ നിവാസികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വനവിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തി. എച്ചിപ്പാറ ഉന്നതിയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപവൽക്കരിച്ച
വൻ ധൻ വികാസ് കേന്ദ്രയിലെ സ്വയം തൊഴിൽ സംഘങ്ങൾ വികാസ് കേന്ദ്രയുമായി സഹകരിച്ച് ചിമ്മിനി വനമേഖലയിലെ വനശ്രീ യൂണിറ്റ് എന്നിവരുടെ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ഇറക്കിയത്. നീലയമരി ഹെയർ ഓയിൽ, റോസ്മേരി ഹെയർ ഓയിൽ, അലോവെര ഷാംപൂ, അലോവെര സോപ്പ്, ഷിയ ബട്ടർ സോപ്പ്, ഹെർബൽ കാജൽ, ബി വാക്സ് ലിപ് ബാം എന്നിവയാണ് പുറത്തിറക്കിയത്. ഉൽപ്പന്നങ്ങൾ ചിമ്മിനി ഇക്കോ ഷോപ്പിൽ ലഭ്യമാണ്. വന ഉൽപ്പന്നങ്ങൾ കളക്ടറിൽ നിന്ന് കെ രാമചന്ദ്രൻ MLA ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന മുദ്രാവാക്യമുയർത്തി ജാഗ്രതാ പരേഡും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. കോട്ടപ്പുറത്തു നിന്നും ആരംഭിച്ച ജാഗ്രതാ പരേഡിൽ യുവജനങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് പുത്തൻകടപ്പുറം മത്സ്യ സഹകരണ സംഘം ഹാളിൽ ചേർന്ന ജനകീയ സദസ്സ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MS ജിതീഷ് അധ്യക്ഷനായി. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോ, ചാവക്കാട് സബ് ഇൻസ്പെക്ടർ വിഷ്ണു, നഗരസഭാ മുൻ ചെയർമാൻ MR രാധാകൃഷ്ണൻ, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ TM ഷഫീഖ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി KU ജാബിർ എന്നിവർ സംസാരിച്ചു. റംദാൻ മാസാചരണത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ഇൻഫോ കൾച്ചറൽ സെന്റർ സൌഹൃദ സദസ്സും ഇഫ്താർ വിരുന്നും നടത്തി. PM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മുനീർ വരന്തരപ്പള്ളി സന്ദേശം നൽകി. റഷീദ് പാറയ്ക്കൽ, സക്കീർ ചെറുതുരുത്തി, അഷ്റഫ് മങ്ങാട്, തെക്കുംകര പഞ്ചായത്ത് അംഗം മണികണ്ഠൻ, ഉണ്ണിക്കണ്ണൻ, സത്യഭാമ, വേലായുധൻ സംസാരിച്ചു. കുടിവെള്ളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പ്രധാന ഊന്നൽ നൽകി പെരിഞ്ഞനം പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 50,35,47,668 രൂപ വരവും 49,83,92,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കുടിവെള്ളം 10 കോടി, സമഗ്ര ആരോഗ്യ പദ്ധതി 1 കോടി, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം 2 ലക്ഷം, ഭവന നിർമ്മാണം 3 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2,50,000, സാമൂഹിക സുരക്ഷാ പെൻഷൻ 8 കോടി തുടങ്ങിയവയ്ക്കാണ് മുഖ്യമായും തുക വകയിരുത്തിയിരിക്കുന്നത്. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി കാർന്നോരുപാപ്പ റിലീഫ് സൊസൈറ്റി റംസാൻ കിറ്റ് വിതരണം നടത്തി. കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി ദുവാഖ് നേതൃത്വം നൽകി. KRS രക്ഷാധികാരി സുലൈമാൻ പുറക്കുളം വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി മഹല്ല് പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത്, അബ്ദുൽ ഖാദർ കാട്ടിലെ പീടികയിൽ, ഹനീഫ വലിയകത്ത്, ഹിളർ വലിയകത്ത്, റിയാസ് മുന്നാക്കപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. اللهم إلى حالة مشايخنا وأساتذتنا وأصولهم وفروعهم أهل الخير كلهم مجمع. പടവരാട് ചെഗുവേര ആർട്സ് മിറ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. N രാജൻ MT അനുസ്മരണവും MP സുരേന്ദ്രൻ P ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി. സ്റ്റെയിൻ ജോസഫ്, ജോസ് മുതുക്കൻ, ഷിബു PK, പോൾസൺ വടക്കൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം പാടുന്ന പാട്ടുകളെല്ലാം റഫി സാഹിബിന്റെ പാട്ടായിരിക്കും, അല്ലെങ്കിൽ ദാസേട്ടന്റെ പാട്ടായിരിക്കും. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം, ആളപായമില്ല, വീട്ടുസാധനങ്ങളെല്ലാം കത്തിനശിച്ചു. വഴിയമ്പലം പടിഞ്ഞാറ് ചന്ദ്രപുരയ്ക്കൽ വിനീഷിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഷീറ്റ് വേഞ്ഞ വീടിന്റെ ഒരു മുറിയാണ് കത്തിയത്. ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻ, ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും 20,000 രൂപയും കത്തിനശിച്ചു. സംഭവം അറിഞ്ഞ് EG ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,220, പവന് 65,760. വെള്ളി ഗ്രാമിന് 110, പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി.
ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മൊഴിയെടുക്കുന്നത്. കുതിപ്പിന് കൂട്ടായി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. തൃശൂർ നെല്ലിക്കുന്ന് ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ കുടുങ്ങിയ വീട്ടമ്മയെ അഗ്നിശമന സേന സാഹസികമായി രക്ഷപ്പെടുത്തി. നെല്ലിക്കുന്ന് സ്കൈലൈൻ അപ്പാർട്ട്മെന്റിലെ 12ാം നിലയിലെ ബാൽക്കണിയിലാണ് വീട്ടമ്മ കുടുങ്ങിയത്. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്തു നിന്ന് ബുധനാഴ്ച തിരികെ എത്തിക്കാൻ നീക്കം. സ്പേസ് എക്സ് ക്രൂ 10 ദൌത്യസംഘം ISS-ൽ പ്രവേശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.